അനുജ, ഇതൊരു മൗന ജാഥയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം പ്രതികരിക്കുന്നില്ല. ഇത് വായ മൂടിക്കെട്ടിക്കൊണ്ട് തലസ്ഥാന നഗരിയിലൂടെ കറുത്ത തുണി വായയും ഒപ്പം തന്നെ മൂക്കിക്കൊണ്ടുള്ള ഒരു മൗനം പാലിക്കുകയാണ്. ഈ സമയത്ത് ഒരു സൂചനയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. നേരത്തെ തന്നെ BJP നേതൃത്വത്തിന് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് മതമേലധ്യക്ഷന്മാർ നൽകിയിരുന്നു. തങ്ങൾക്ക് മനസ്സിലായി, കൃത്യമായി ബോധ്യപ്പെട്ടു ഏത് രീതിയിലാണ് നീതിയുക്തമായ നടപടി ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള നടപടി ഉണ്ടായാൽ മാത്രമേ ഇനി ഒരു ചങ്ങാത്തം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലുള്ള പ്രതികരണം അടക്കം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതി വേണം. ഈ സന്യാസിമാരെ തടങ്കൽ അടച്ചിരിക്കുന്ന നടപടിയിൽ നിന്നും നടപടിയിൽ നിന്നും മാറ്റം വരണം. അതിന് കോടതിയിലടക്കം ഇടപെടുന്ന ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ അടക്കം ഇടപെടുന്ന കാര്യത്തിൽ നിലപാട് മാറ്റണം എന്നടക്കമുള്ള വിഷയങ്ങളുണ്ട്. സന്യാസിമാരെ ജയിൽ മോചിതരാക്കുക, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പാലിക്കേണ്ട എല്ലാ നടപടികളും പാലിക്കുക കൊണ്ടാണ് നിലവിൽ രാജ്ഭവനിലേക്ക് ഒരു ബഹുജന സമാധാന ജാഥ സംഘടിപ്പിക്കുന്നത്. എല്ലാ മതമേലധ്യക്ഷന്മാരും കൂടി പങ്കെടുക്കുന്നു എന്ന വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇത് ചോദ്യമുനയിൽ നിർത്തുന്നത് BJP നേതൃത്വത്തെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നപരിഹാരം ദിവസങ്ങളിൽ അത് വലിയ പ്രത്യക്ഷ സൂചന ഒരു ജാഥയാണെങ്കിൽ മറ്റേത് വലിയ പ്രതിഷേധം എന്നുള്ള സൂചന. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഇന്നത്തെ ജാഥ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ രാജ്ഭവന് മുന്നിലേക്ക് എത്തിച്ചേരും. സന്യാസിമാരെ അന്യായ തടങ്കലിൽ വെച്ചതിനെതിരെ ഐക്യദാർഢ്യ പ്രതിഷേധ റാലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്യാസിമാരെ ജയിൽ മോചിതരാക്കുക, മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഈ രീതിയിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പ്രത്യേകിച്ചും വലിയ തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ആസന്നമായ ഒരു ഘട്ടത്തിൽ ഈ രീതിയിൽ ഇങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തോട് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിക്കുന്ന നീതി നിഷേധം അത് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും BJP കേരളത്തിൽ കാണിക്കുന്ന ഈ ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന തരത്തിലേക്കടക്കമുള്ള വിമർശനമുണ്ട്. അങ്ങനെ ന്യൂനപക്ഷ പ്രീണനത്തിൽ BJP എടുക്കുന്ന ഇത്തരം മറ്റ് സംസ്ഥാനങ്ങളിലെ നിലപാടും കേരളത്തിലെ നിലപാടുകൾ അത് ഇരട്ടത്താപ്പാണ് എന്ന വലിയ വിമർശനം ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ രാജ്ഭവനിലേക്ക് തലസ്ഥാനത്ത് തന്നെ പ്രത്യക്ഷമായ സമരത്തിലൊക്കെ ഒപ്പം തന്നെ BJP നേതൃത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. 2 സന്യാസിമാർ 6 ദിവസമായി അവർ ജയിലറയ്ക്കുള്ളിലാണ്. ഒരു തരത്തിലുമുള്ള തെറ്റും ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അന്യായമായി അവരെ തുറങ്കലിൽ അടച്ചിരിക്കുന്നതെന്ന വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, അത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി തന്നെ ഇവർ മതപരിവർത്തനം നടത്തുകയും ഒപ്പം തന്നെ ആൾമാറാട്ടം നടത്തിയെന്ന ഗുരുതരമായ ആരോപണവും അതേ നിലപാട് നിൽക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷ നിലപാടിന് തന്നെ വലിയ മങ്ങലേൽക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ BJP കേരളത്തിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെ ന്യൂനപക്ഷ പ്രീണനവും രാഷ്ട്രീയമായ നാടകവുമാണ്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എന്ന വലിയ വിമർശനം ഉയർന്നു. അപ്പോൾ എങ്ങനെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനടക്കം കിടഞ്ഞ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഇടപെടുന്ന ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാ തലസ്ഥാനത്തടക്കം ഒരു സൂചന ജാഥ നടത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ അത് വലിയ പ്രത്യക്ഷ സമരത്തിലേക്ക് മാറും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ തലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധത്തിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ കടന്നു പോകുന്നത്. ക്രൈസ്തവ വോട്ടുകൾ എന്ന ലക്ഷ്യത്തിൽ പ്രതിസന്ധി തീർക്കുന്ന സംഭവമാണ് BJPയെ സംബന്ധിച്ച്. കാരണം അവർ വർഷങ്ങളായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു, അവരുടെ അരമനകളിലെത്തുന്നു, അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു, പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നടത്തിയതിലൊക്കെ തന്നെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മതപരിവർത്തന നിരോധന നിയമം ഇവിടെ ആയുധമാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ അതിക്രമം നടത്തുന്നതെന്ന് വിവിധ സംഘടനകൾ ഇതിനോടൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ നിയമം ഏറ്റവും അധികം പ്രയോജിക്കുന്നത് BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും അതിക്രമം നേരിടുന്നതും ന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ BJP ഇവിടെ പറയുന്ന മതനിരപേക്ഷ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളില്ല. യഥാർത്ഥ നിറം BJPയുടേത് മറ്റൊന്നാണ്. അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ, നിരവധിയായ വിമർശനം ഉയർത്തിക്കൊണ്ട് തലസ്ഥാന നഗരിയിൽ ഇതാ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് സഭ കടക്കുന്നു. അങ്ങനെ
മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കാനായി വന്നിട്ടുള്ളത്. ഇത് എന്നെപ്പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് മൗനമായിട്ട് ഇരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമരത്തിൽ പങ്കുചേരാൻ വന്നത്. ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ ഞാൻ ശക്തമായ എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അനുജ, നമ്മൾ കണ്ടത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പേര് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ക്രൈസ്തവ പീഡനത്തിനെതിരെ, രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനത്തിനെതിരെ BJPക്കെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഈ ഒരു റാലിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വിവിധ മത അടിസ്ഥാനത്തിലുള്ളവർ ഉൾപ്പെടെ പോലും ഈ ഒരു പ്രതിഷേധ റാലിയിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഉള്ള ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ രാജ്ഭവന് മുന്നിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് അല്ലെങ്കിൽ റാലി വായ്മൂടി കെട്ടിയുള്ള കന്യാസ്ത്രീമാർ ഉൾപ്പെടെയുള്ള അവർ പങ്കെടുക്കുന്ന, പിതാക്കന്മാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ ഒരു റാലി, പ്രതിഷേധ റാലി ഇപ്പോൾ മ്യൂസിയം കടന്നു അല്പസമയത്തിനകം തന്നെ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ പ്രതിഷേധം ഉയരുന്നത് BJPക്കെതിരെ തന്നെയാണ്. സംസ്ഥാന BJP പ്രത്യേക സംഘത്തെ പോലും അയച്ച് അല്ലെങ്കിൽ ഇവർക്കൊപ്പമാണെന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവർക്ക് എതിരെ ഉയർന്നു വരുന്നത്. അനുജ, വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭകൾ കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത പ്രതിഷേധ മാർച്ച് അത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാജ്ഭവൻ പരിസരത്തേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തിച്ചേരും. ബസേലിയസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ, ഒപ്പം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോ, ബിഷപ്പ് ക്രിസ്തുദാസ് എന്നിവരാണ് ഈ മാർച്ച് നയിക്കുന്നത്. രാജ്ഭവന് സമീപത്തേക്ക് മാർച്ച് എത്തിച്ചേരുമ്പോൾ അവിടെ നടക്കുന്ന യോഗം, അതിൽ ബസേലിയസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. അല്പസമയത്തിനകം മാർച്ച് രാജ്ഭവന്റെ മുൻപിലേക്ക് എത്തിച്ചേരും.